Guys, so once again welcome back to my YouTube channel. So കുറേ നാളായില്ലേ വീഡിയോസ് ഇട്ടിട്ട്, അതായത് ഒരു 1 week ആയി ഷോർട്സ് ഇല്ല, ലോങ് വീഡിയോ ഇല്ല, ഒന്നുമില്ല. ലിറ്ററലി റീസൺസ് ഉണ്ട് കേട്ടോ, റീസൺ ഉണ്ട്. സാധാരണ ഞാൻ മടി വെച്ചിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് എനിക്ക് വരാറ്. പക്ഷെ ഗൈസ് ഇത് മടിയല്ല, മടിയല്ല. ഞാൻ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് എനിക്ക് സംഭവിച്ചൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച എക്സാക്ട്ലി പറയാനുണ്ട്, ഞാനിങ്ങനെ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അതായത് റീൽ എടുക്കാൻ വേണ്ടിയിട്ട്, റീലല്ല സോറി, ഒരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി, ഒരു കുക്കിംഗ് വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിക്കൻ മേടിച്ചു, അതുപോലെ തന്നെ ബിരിയാണി റൈസ് ഒക്കെ മേടിച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇന്ന ആംഗിളിൽ വെച്ച് സ്റ്റൗ ഇപ്പുറത്തേക്കൊക്കെ വെച്ച് നമ്മൾ എന്തൊരു കുക്കിംഗ് വ്ളോഗ് എടുക്കാന്നൊക്കെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കഴിഞ്ഞ സൺഡേ. ആൻഡ് രാവിലെ ഞാനും അനിയത്തി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രാവിലെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട്, അപ്പൊ ഞാൻ അതൊരു നമ്മുടെ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കാന്ന് വെച്ചിട്ട് അതിങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പൊ എന്റെ ക്യാമറ വാസ് ബ്ലാക്ക് ഇൻ കളർ. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ മേ ബി എന്തെങ്കിലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ഓക്കെ ആയിരിക്കും ചോദിച്ചു. ഞാൻ പിന്നെ അത് ഞാൻ വിട്ടു. പിന്നെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, റെഡി ആവുന്നില്ല. അപ്പോഴും ഞാൻ പാനിക്കൊന്നും ആയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കി ഇങ്ങനെ. എൻ്റെ ഫോണ് റിയൽമി 16 Pro ആണ്. ഞാൻ ഈ വർഷം 11th ജാനുവരിയിൽ എന്തോ, സോറി ജാനുവരി അല്ല ജനുവരി എന്തോ ഈ വർഷം എടുത്തിട്ടുള്ളൂ ഫോണ്. ബില്ല് ഞാൻ കാണിച്ചു തരാം. സോ ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാൻ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ റിയൽമി 16 Proയുടെ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് അപ്ഡേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്, നോർമലാണ് അതൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് യൂട്യൂബ് നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ കണ്ടു. അതായത് സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റോറേജിൽ ഡാറ്റ ക്ലിയർ ചെയ്യുക, ക്യാച്ച ക്ലിയർ ചെയ്യുക, എന്നിട്ട് ഒന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ക്യാമറയിൽ ഇട്ടോ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുമെന്നാണ് യൂട്യൂബിൽ പറയുന്നത്. ആൻഡ് ഐ ജസ്റ്റ് ഡൺ ദാറ്റ്. ഈ സെയിം സാധനം തന്നെ ഞാൻ ChatGPT ചോദിച്ചപ്പോഴും അതുപോലെ തന്നെ ജെമിനയിലൊക്കെ ചോദിച്ചപ്പോൾ ഇതൊക്കെ തന്നെ എന്നോട് പറഞ്ഞേ. ഞാൻ അതൊക്കെ ചെയ്തു, ഫോൺ കുറേ തവണ റീസ്റ്റാർട്ട് ചെയ്തു, എന്നിട്ടും ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി, ബിക്കോസ് ഫോൺ എടുത്തിട്ട് അധികം ആയിട്ടില്ല. ആൻഡ് ഞാൻ എന്നാണെങ്കിൽ ഇന്ന് പതിവില്ലാണ്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വ്ളോഗ് എടുക്കാം എന്നൊക്കെ വെച്ച്, പുതിയൊരു കണ്ടന്റ് ആണല്ലോ, നമ്മൾ കുക്കിംഗ് വ്ളോഗ്സ് ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഫുൾ നെഗ് അടിച്ച് ഭയങ്കര പാനിക്കായി, സത്യമായിട്ട് ഞാൻ പാനിക്കായി. ഞാൻ ഫോൺ എടുത്ത് മൈജിന്നാണ്, ഞാൻ മൈജിയിലേക്ക് വിളിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവർ പറഞ്ഞു റിയൽമിയുടെ സർവീസ് സെന്ററിൽ കൊടുക്കണം. ആൻഡ് ഇന്ന് റിയൽമിയുടെ സർവീസ് സെന്റർ ഓപ്പൺ അല്ല, ബിക്കോസ് ഇന്ന് സൺഡേ ആണെന്ന് പറഞ്ഞു. ആൻഡ് അതിനുശേഷം വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് നോക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റിയൽമിയുടെ സർവീസ് സെന്റർ ഡൽഹി വരെയൊക്കെ ഞാൻ വിളിച്ചു കേട്ടോ. ഐ മീൻ അന്ന് മറ്റേ കസ്റ്റമർ കെയർ ഉണ്ടാവില്ല, അപ്പൊ അവരും സർവീസ് സെന്ററിൽ പോവാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഐ വാസ് വെരി മച്ച് പാനിക്. ഓഫ് കോഴ്സ് ഞാൻ പാനിക് ആയിരുന്നു, ബിക്കോസ് ഞാൻ വീഡിയോസ് ഒക്കെ വ്ളോഗ് എടുക്കുന്നതൊക്കെ ഈ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പാനിക് ആയിരുന്നു, കുറച്ച് സ്ട്രെസ്ഡും ആയിരുന്നു. പിന്നെ ഫോൺ എടുത്തിട്ട് അധികം ആയിട്ടില്ല. അങ്ങനെ മൈജി പോയപ്പോ ബില്ലൊക്കെ കാണിച്ച് നമ്മള് കേറി. അവിടെ ഒരാൾ വന്ന് ഫോൺ എടുത്ത് നോക്കി. എൻ്റെ അടുത്ത് ChatGPT ജെമിനിയൊക്കെ പറഞ്ഞ കാര്യമൊക്കെ തന്നെ അവരും ആ ഫോണിൽ ചെയ്തു. പക്ഷെ റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് ക്യാച്ച് ചെയ്യാൻ ഡാറ്റൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നോക്കി. അപ്പോഴും ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. കൈ വേദനിക്കുന്നു, ഞാനൊന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ അപ്പോഴും ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ആൻഡ് അവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് ഇതൊരു സോഫ്റ്റ്വെയർ, മേ ബി എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ ആയിരിക്കും, നമുക്കത് ചെയ്യാൻ പറ്റില്ല, റിയൽമിയുടെ സർവീസ് സെന്ററിൽ പൊക്കോ. അപ്പൊ റിയൽമിയുടെ സർവീസ് സെന്റർ എന്ന് പറയുന്നത് തൃശ്ശൂർ MG റോഡിലാണ് കേട്ടോ. അപ്പൊ അവിടെ പൊക്കോ. അപ്പൊ ഞാൻ പറഞ്ഞത് സൺഡേ അല്ലേ, അവിടെ ഓപ്പൺ അല്ല എന്നാ പറഞ്ഞു. പറഞ്ഞു ഓക്കെ സൺഡേ ആണല്ലേ, നാളെ പോയി നോക്ക് പറഞ്ഞു. അപ്പൊ നാളെ എന്ന് പറയുമ്പോൾ മൺഡേ എനിക്ക് ക്ലാസ് ഉണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ അധികമായിട്ടും ഇല്ല, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. സോ ഐ വാസ് വെരി മച്ച് സ്ട്രെസ്ഡ്. ആൻഡ് ഞാൻ മൺഡേ ആ സ്ട്രെസ്സിന്റെ ഒരു ഇത് കൊണ്ട് തന്നെ ഞാൻ ലീവ് എടുത്ത് ഞാൻ റിയൽമിയുടെ സർവീസ് സെന്ററിൽ പോയി. അപ്പൊ അവര് പറഞ്ഞു മേ ബി ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കും, നമുക്ക് സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യാം, ഇപ്പൊ ഡാറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ കോപ്പി ചെയ്തോ, നമുക്ക് എന്ത് ചെയ്യാം സോഫ്റ്റ്വെയർ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അന്നും ഞാൻ ഭയങ്കര പാനിക്കായി. ഞാൻ എന്തുകൊണ്ട് അത്രയും പാനിക്കായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്രയും സ്ട്രെസ്ഡ് ആയി എനിക്കറിയില്ല. ഐ വാസ് വെരി മച്ച് പാനിക്. അപ്പൊ ഇത് സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ ഡാറ്റ സംഭവങ്ങളൊക്കെ എല്ലാം പോയി. ഓൾമോസ്റ്റ് ഒരു 2.5 hours പ്രൊസീജിയേഴ്സ് ആയിരുന്നു. 2.5 3 hour ആയി, ബിക്കോസ് നല്ല ഡിലേ ഉണ്ടായിരുന്നു ആ സോഫ്റ്റ്വെയർ കയറാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ കുറെ നേരം ഞാൻ അവിടെ പിന്നെ ഫോണിലല്ലോ കയ്യിൽ, പിന്നെ ഒന്നും ചെയ്യാനും ഇല്ല. പിന്നെ പോയി ഒരു ഫലൂടയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പുത്തമ്പള്ളിയിലൊക്കെ പോയി കുറച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഫോൺ റെഡി ആവണേ അങ്ങനത്തെ സംഭവത്തൊക്കെ ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചു കുറച്ചൊക്കെ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഞാൻ വ്ളോഗ് എടുക്കുന്ന ഈ ഫോണിലാണ്, പിന്നെ ഫോൺ എടുത്തിട്ട് അധികം ആയിട്ടും ഇല്ല. അപ്പൊ ഭയങ്കര ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു.
അതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്ന് തിരിച്ച് ഇവിടെ വന്ന് ഏതാണ്ട് മറ്റേ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നടക്കുന്ന പോലെയാണ് ഞാൻ ഇവരുടെ അവിടെ നടക്കുന്നത്. സോഫയിലൊക്കെ ഇരിക്കാനൊക്കെ ഇരിക്കും, ഇടയ്ക്ക് നിൽക്കും, ഇടയ്ക്ക് പോയി കുറച്ച് വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം അവർ പറഞ്ഞു അത് സോഫ്റ്റ്വെയറിന് ഇഷ്യൂ അല്ല, ഹാർഡ്വെയർ ഇഷ്യൂ ആണ്, ക്യാമറയുടെ ഇഷ്യൂ ആണ്, ക്യാമറ മാറ്റണം, ഫോൺ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അയ്യോ, ഫോൺ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ കോളേജ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഫോൺ ഇല്ലാതെ പോവാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. ബട്ട് സ്റ്റിൽ കുറെ അതിൻ്റെതായ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ മൺഡേ സബ്മിറ്റ് ചെയ്താൽ, അപ്പൊ ഇവർക്ക് സബ്മിറ്റ് ചെയ്താലേ ക്യാമറ ഓർഡർ ചെയ്യാൻ പറ്റും. ഞാൻ കുറെ റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ട്, കാരണം ഇത് വാറണ്ടി പ്രൊഡക്റ്റ് ആണോ, ഞാൻ അധികം ആയിട്ടില്ല, ഈ വർഷം തന്നെയാണ് ഫോൺ എടുത്തിട്ടുള്ളത്, ഫെബ്രുവരിയോ ജനുവരിയോ, എനിക്ക് ഓർമ്മയില്ല, ബില്ല് നോക്കി പറഞ്ഞുതരാം. അപ്പൊ ഇത് വെച്ചാലേ ഇവർക്ക് ഫോൺ ഇവിടെ സബ്മിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ക്യാമറ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. ആൻഡ് ഞാൻ കുറച്ച് റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേനും ക്യാമറ ഓർഡർ ചെയ്യാം, വന്നാൽ മതി, വരും വന്നു കഴിഞ്ഞാൽ വിളിക്കാം, തലേദിവസം വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് തന്നെ വിളിച്ചത് വ്യാഴാഴ്ച ഒരു 7 o'clock ഒക്കെ ആയപ്പോഴാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പാനിക് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഫ്രൈഡേ ഞങ്ങളുടെ കോളേജിൽ ഗ്രാജുവേഷൻ ആണ്, ആൻഡ് സാറ്റർഡേ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ ഗ്രാജുവേഷൻ എനിക്ക് 1:45 ആകുമ്പോഴത്തേനും കോളേജിൽ ബസ് വരും. അപ്പൊ അവിടുന്ന് പോകണം. അപ്പൊ ഓൾറെഡി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വേറെ നിവർത്തിയില്ല, അതിൽ പോയേ പറ്റും. ഞാൻ രാവിലെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് ഓണം സെലിബ്രേഷന്. അങ്ങനെ അന്ന് ഓൾമോസ്റ്റ് 8 മണിക്കാണ് നമ്മൾ കോളേജിൽ നിന്ന് തലേദിവസം പോകുന്നത്, വ്യാഴാഴ്ച. ഞാൻ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയി കിടന്നുറങ്ങി. രാവിലെ ഒരു 7:45 ആകുമ്പോഴത്തേനും ഞാൻ ഡ്രസ്സ്, അതായത് ഗ്രാജുവേഷനുള്ള ഡ്രസ്സ്, ഓണം സെലിബ്രേഷനുള്ള ഡ്രസ്സ്, എനിക്ക് പിന്നെ ഇപ്പൊ നമുക്ക് സ്റ്റഡി ലീവാണ്, അപ്പൊ എന്റെ ബുക്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയി അവിടെ സാധനങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഡാൻസ് പ്രാക്ടീസിന് പോയി. ഡാൻസ് പ്രാക്ടീസിന് ഒരു 10 മണി 10:15 വരെ നിന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് തൃശ്ശൂർ പോയി. ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. തൃശ്ശൂര് ഓൾമോസ്റ്റ് എത്തിയപ്പോൾ 11:15 ആയി. തൃശ്ശൂർ എത്തി. ഈ നടുവിലാലിന്റെ അവിടെ ബസ് നിർത്തൂല, അല്ലെങ്കിൽ ആലക്കോട് ലിമിറ്റർ. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് റെയിൽവേയുടെ സർവീസ് സെന്ററിൽ പോയി ഫോൺ സബ്മിറ്റ് ചെയ്ത് തിരിച്ച് അവിടെ നിന്ന് എനിക്ക് ഷൂ മേടിക്കണമായിരുന്നു. ഷൂ ഒക്കെ മേടിച്ച് നോക്കുമ്പോഴത്തേനും ഞാൻ ട്രെയിൻ നോക്കി, പരശുരാമായിരുന്നു, അതും 1 ലേറ്റ്, 11:30. ഞാൻ ഷേപ്പൊക്കെ മേടിച്ചാൽ 12 മണിയായി. അപ്പൊ ഞാൻ പോയിണ്ടാവുന്ന വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ 12:15. അപ്പൊ ഞാൻ വേഗം എത്താലോ, 12:15 എന്തായാലും ഞാൻ 1 മണിക്ക് മുന്നേ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് ആലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു, ശതമാനം. അപ്പൊ അങ്ങനെ പോവാന്ന് വെച്ചേ. പക്ഷെ ആ ട്രെയിൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി നോക്കുമ്പോൾ 11:37. വീണ്ടും പാനിക്, ബിക്കോസ് റെഡി ഒന്ന് ഫ്രഷ് ആവുക വേണമല്ലോ, ബിക്കോസ് ഈ വേലത്തൊക്കെ നടന്ന മുഖമൊക്കെ ഫുൾ ടാൻ അടിച്ചിട്ടുണ്ടാവും. ആൻഡ് എന്നിട്ട് ട്രെയിൻ വന്ന് 12:37. ട്രെയിനിൽ കയറി ഒരു 1:10 ആയപ്പോൾ ഞാൻ ഇനിയാലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഓടി ഓട്ടോ വിളിച്ച് ഫ്ലാറ്റിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി, ഫുഡൊന്നും കഴിച്ചില്ല, പോയി. അങ്ങനെ ഉള്ളൊരു ദിവസമായിരുന്നു ഫ്രൈഡേ. പിന്നെ ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പിന്നെ എത്തുമ്പോൾ 10:30. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കുറെ നേരം സംസാരിച്ച് കിടന്നപ്പോൾ 2:30. നെക്സ്റ്റ് ഡേ ഓണം സെലിബ്രേഷൻ ആണ്. 7 മണിക്ക് കോളേജിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 മണിക്കൊന്നും എത്തിയില്ല, 8 മണിയൊക്കെ ആയി കോളേജിൽ എത്തിയപ്പോൾ. എഴുന്നേൽക്കുമ്പോഴേക്കും നേരെ ആവല്ലോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കോളേജിൽ പോയി. കോളേജിൽ പോകുമ്പോഴത്തേനും പൂ കട്ട് ചെയ്യുക, പിന്നെ അറ്റൻഡൻസിന്റെ കാര്യങ്ങൾ, ബിക്കോസ് അന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു, ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റഡി ലീവാ. അപ്പോൾ ഞാൻ ഒരു അസിസ്റ്റന്റ് റെപ്പ് ആയതുകൊണ്ടും അങ്ങനെ എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യുക, ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അറ്റൻഡൻസ് നോക്കുക, പൂ കട്ട് ചെയ്യുക, പൂക്കളിടുക, പിന്നെ അതിൻ്റെ ഇടയിൽ ലോഡ്, അതിൻ്റെ ഇടയിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ പ്രോഗ്രാംസ് നടക്കുന്നിടത്തേക്ക് പോവുക. അങ്ങനെ അതിൻ്റെ ഇടയിൽ എനിക്ക് തലേദിവസം ഈ റിയൽമിയുടെ സർവീസ് സെന്ററിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റിയൽമിയുടെ സർവീസ് സെന്ററിൽ കോൾ വന്നപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ച സമയത്ത് പറഞ്ഞു ക്യാമറയുടെ ഇഷ്യൂ അല്ല, ബോർഡിന് എന്തോ പ്രശ്നമുണ്ട്, ബോർഡ് മാറ്റാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. ബിക്കോസ് ലിറ്ററലി ഞാൻ പാനിക്കാണ്. പക്ഷെ എന്റെ പാനിക്ക് ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്തില്ല, ബിക്കോസ് അവരത് സ്മൂത്ത് ആയിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ സ്ട്രെസ് അവിടെ ഞാൻ ഞാൻ ഒരുപാട് തവണ വിളിച്ച് ചോദിക്കുകയോ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചോദിക്കുകയോ, ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുകയോ എന്നല്ല. ഞാൻ എന്തോ അവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ആ പ്രോസസ് ചെയ്തത്. ബിക്കോസ് അവർക്ക് ഇത് അവർ യൂസ് ടു ആയിട്ടുള്ള കാര്യമായിരിക്കും, അവരിത് എപ്പോഴും കാണുന്ന കാര്യമായിരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തു, റെഡി ആകുന്നുള്ള ഒരു വിശ്വാസത്തിൽ. ഞാൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഞാൻ സ്ട്രെസ് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബോർഡ് മാറ്റി. അപ്പൊ അന്ന് കിട്ടൂല പറഞ്ഞു. ആൻഡ് അപ്പൊ പിന്നെ എനിക്ക് ശനിയാഴ്ച നേരത്തെ പോകണ്ട, ഞാൻ ശനിയാഴ്ച 4 കോളേജിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ ഒരു 7 മണിക്ക് മുന്നേ ഞാൻ തൃശ്ശൂർ എത്തും. അങ്ങനെ ഫോൺ മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് നടന്നില്ല. ഞാൻ അന്ന് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അറ്റൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതായത് പ്രോഗ്രാം അറ്റൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഇടയിൽ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, ഫയലുകൾ ഒപ്പിടിക്കുക. വളരെ റഷ് ആയിട്ടുള്ള ദിവസമായിരുന്നു. അത് 7 മണിയൊക്കെ ആയി കോളേജിൽ നിന്ന് ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു 9:30 ഒക്കെ ആയപ്പോൾ ഞാനിവിടെ വീട്ടിലെത്തി. 1 തിരക്കൊക്കെ ആയിരുന്നു ബസ്സിൽ. അതിന് ശേഷം
പിന്നെന്താണ് ഈ നാസിക് ഡോളൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ ഓണം സെലിബ്രേഷന്, ആകെ തുള്ളിച്ചാടി ഫുൾ ബോഡി പെയിൻ. ഇന്നലെ സൺഡേ ആയിരുന്നു, ഫുൾ ബോഡി പെയിൻ. എനിക്കാണെങ്കിൽ ഓളിട്ടിട്ടും പിന്നെ എനിക്ക് തേഴ്സ്ഡേ തൊട്ട് നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല കഫൊക്കെ ഇട്ട് നീർവീഴ്ചയൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇന്നാണ് പോയിട്ട് നമ്മൾ ഫോണൊക്കെ മേടിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് റിയൽമിയുടെ 7 ഫോൺ മേടിച്ചു. നോർമൽ ആയിട്ടുണ്ട് ഫോൺ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സർവീസാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് അണ്ടർ വാറന്റി പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാരണം നമുക്ക് അങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. നല്ല സർവീസ് ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ അനാമിക പ്രതി. ബൈ.